हेलो दोस्तों, आप सभी का स्वागत है हमारे नए चैनल हिंदी सीखो और बोलो पर. എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ ഒരു പുതിയ ചാനലിലേക്ക്. ഇന്നത്തെ നമ്മളുടെ ടോപ്പിക്കാണ് ക്യാ കൊണ്ട് എങ്ങനെയാണ് സെന്റൻസ് ഉണ്ടാക്കുക. സിമ്പിൾ ട്രിക്കാണ്. രണ്ട് രീതിയിലാണ് ക്യാ കൊണ്ട് നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത്. ഒന്ന് യെസ് ഓർ നോ ടൈപ്പിൽ, ഒന്ന് പെർട്ടിക്കുലർ ആൻസർ പറഞ്ഞിട്ട്. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണ്. സെന്റൻസിന്റെ സ്റ്റാർട്ടിലോ അല്ലെങ്കിൽ എൻഡിലേക്കോ വരികയാണെങ്കിൽ അത് യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സെന്റൻസിന്റെ സ്റ്റാർട്ടിങ്ങിലോ അല്ലെങ്കിൽ എൻഡിലോ. അപ്പൊ എങ്ങനെ ആയിരിക്കും സെന്റൻസ്? ക്യാ തുമ്ഹാരാ നാം ജാസ്മീൻ ഹെ? ക്യാ തുമ്ഹാരാ നാം ജാസ്മീൻ ഹെ? അല്ലെങ്കിൽ തുമ്ഹാരാ നാം ജാസ്മീൻ ഹെ ക്യാ? തുമ്ഹാരാ നാം ജാസ്മീൻ ഹെ ക്യാ? നിങ്ങളുടെ പേര് ജാസ്മിൻ ആണോ? അപ്പോൾ ആൻസർ എങ്ങനെ വരിക? ഹാ, മേരാ നാം ജാസ്മിൻ ഹെ. അതെ, എൻ്റെ പേര് ജാസ്മിൻ ആണ്. ഇല്ലെങ്കിലോ? नहीं, मेरा नाम जास्मिन नहीं है, मेरा नाम आलिया है. मेरा नाम आलिया है. ओके. क्या तुम 25 साल की हो? क्या तुम 25 साल की हो? താങ്കൾക്ക് 25 വയസ്സാണോ? हाँ, मैं 25 साल की हूँ. नेगेटिव सेंटेंस ആണെങ്കിലോ? नहीं, मैं 25 साल की नहीं हूँ, मैं 20 साल की हूँ. क्या तुम केरला में रहती हो? क्या तुम केरला में रहते हो? पुल्लिंग ആണെങ്കിലോ रहते ആണ് വരിക. സ്ത്രീലിംഗ് ആണെങ്കിൽ रहती. क्या तुम केरला में रहते हो? क्या तुम केरला में रहती हो? हाँ, मैं केरला में रहती हूँ. नेगेटिव सेंटेंस ആണെങ്കിലോ? नहीं, मैं केरला में नहीं रहता हूँ, मैं दुबई में रहता हूँ. ഇല്ല, ഞാൻ കേരളത്തിൽ അല്ല താമസിക്കുന്നത്, ഞാൻ ദുബൈയിലാണ് താമസിക്കുന്നത്. ഓക്കെ. ഇനി ഫ്യൂച്ചർ ടെൻസിൽ സെന്റൻസ് ആണെങ്കിൽ അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസിലാണെങ്കിൽ സെയിം ഇതേപോലെ തന്നെയാണ്. ക്യാ ആണ് സ്റ്റാർട്ടിങ്ങിൽ വരിക. ഓക്കെ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ നാളെ കശ്മീർ പോകുമോ? ക്യാ തും കൽ കശ്മീർ ജാओगी? क्या तुम कल कश्मीर जाओगी? फ्यूचर टेंस. हाँ, मैं कल कश्मीर जाऊंगी. नहीं, मैं कल कश्मीर नहीं जाऊंगी. ओके. ये पास्ट ടെൻസിലാണെങ്കിലോ? क्या तुम कल कश्मीर गई थी? ഇന്നലെ നിങ്ങൾ കശ്മീർ പോയിരുന്നോ? हाँ, मैं कल कश्मीर गई थी. ഈ പുല്ലിങ്ങിനോട് സംസാരിക്കുകയാണെങ്കിലോ? क्या तुम कश्मीर गए थे? हाँ, मैं कल कश्मीर गया था. ഓക്കെ. അപ്പോൾ പ്രസന്റിലോ പാസ്റ്റിലോ ഫ്യൂച്ചറിലോ യെസ് ഓർ നോ ടൈപ്പ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളോട് ആരെങ്കിലും പറയുകയാണെങ്കിൽ ക്യാ സ്റ്റാർട്ടിങ്ങിലോ അല്ലെങ്കിൽ അവസാനമാണെങ്കിൽ ഏത് യെസ് ഓർ നോ ടൈപ്പിലാണ് ആൻസർ വരിക. ഓക്കെ. സെക്കൻഡ് ആണ് സെന്റൻസിന്റെ അകത്ത് എവിടെയെങ്കിലും ക്യാ വരാണെങ്കിൽ എങ്ങനെയാണ് റിപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ആ സെന്റൻസ് എങ്ങനെയാണ് പറയാറുള്ളത്. ഓക്കെ. സോ ആപ്കാ നാം ക്യാ ഹെ? അപ്പോൾ ഒരു ഫ്രെയിം ആ സെന്റൻസിന്റെ അകത്താണ് വരുന്നത്. ആപ്കാ നാം ക്യാ ഹെ? താങ്കളുടെ പേര് എന്താണ്? സോ അതിൽ പെർട്ടിക്കുലർ ആൻസർ തന്നെ പറയണം. മേരാ നാം ജാസ്മിൻ ഹെ, മേരാ നാം ആലിയ ഹെ. ഓക്കെ. ആപ് ക്യാ കാം കർത്തെ ഹെ? താങ്കൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത്? ആപ് ക്യാ കാം കർത്തെ ഹെ? मैं एक टीचर हूँ, मैं एक डॉक्टर हूँ. ओके. मैं एक डॉक्टर हूँ, मैं एक इंजीनियर हूँ. ओके. आपके पिताजी का नाम क्या है? താങ്കളുടെ പിതാജിന്റെ പേര്, നിങ്ങളുടെ ഫാദറിന്റെ പേര് എന്താണ്? मेरे फादर का नाम, मेरे पिताजी का नाम शरीफ है. मेरे पिताजी का नाम शरीफ है. आपके हाथ में क्या है? താങ്കളുടെ കയ്യിൽ എന്താണ്? ഹാത്ത് മീൻസ് കൈ. आपके हाथ में क्या है? मेरे हाथ में फोन है. मेरे हाथ में फोन है. അപ്പോൾ ക്യാ കൊണ്ട് രണ്ട് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കുക. ഒന്ന് യെസ് ഓർ നോ ടൈപ്പിലാണ്, ഒന്ന് ഒരു പെർട്ടിക്കുലർ ആൻസർ തന്നെ നമുക്ക് പറയണം. പെർട്ടിക്കുലർ ആൻസർ പറയുമ്പോൾ ക്യാ സെന്റൻസിന്റെ സെന്ററിൽ അകത്ത് എവിടെയെങ്കിലും ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കാം. എന്തെങ്കിലും ഡൗട്ട്സോ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ പ്ലീസ് കമൻസിൽ ടൈപ്പ് ചെയ്യാം. ഓക്കെ. നാളെ കാണാം പുതിയൊരു വീഡിയോ. ബൈ.